വിശുദ്ധ ബൈബിൾ എന്ന അക്ഷയഗിരിയിലെ നിരവധിയാകുന്ന മാണിക്യക്കല്ലുകളിൽ നിന്ന് ഒരു രത്നം നിങ്ങളുടെ മുൻപിൽ ദൃശ്യാവിഷ്കരിക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഏറെ പരിചിതമാണ് ഈ കഥ. യൂദയായിലെ ബത്ലഹേമിൽ ആട്ടിടയനായിരുന്ന ഒരിടയ ബാലൻ ദൈവപരിപാലനയാൽ വളർന്ന് ഇസ്രായേൽ മഹാരാജ്യത്തിൻ്റെ ഭരണാധിപനായി തീർന്ന് സംഭവബഹലമായി മാറിയ കഥയിലെ ഒരധ്യായം. അതെ, ദാവീദും ഗോലിയാത്തും. ഞാനൊരു ഫിലിസ്ത്യനാണ്, നിങ്ങൾ സാവൂളിന്റെ സേവകരല്ലേ? നിങ്ങൾ ഒരുത്തനെ തിരഞ്ഞെടുക്കുക, അവൻ എന്നോട് പൊരുതട്ടെ. അവൻ എന്നെ കൊല്ലുകയാണെങ്കിൽ ഞങ്ങൾ ഫിലിസ്ത്യർ നിങ്ങളുടെ ദാസന്മാരാകാം. അല്ല മറിച്ചാണെങ്കിൽ നിങ്ങൾ ഇസ്രായേൽ ഞങ്ങളുടെ ദാസന്മാരാകുമോ? പറയൂ, ചുണയുണ്ടേൽ എന്റെ വെല്ലുവിളി സ്വീകരിക്കൂ. അതേസമയം ദാവീദിന്റെ ഭവനത്തിൽ ദാവീദ് ദാവീദ് എന്താ പിതാവേ? ദാവീദ്, നീ നിന്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് പോകണം. അവർക്ക് മലരും അപ്പവും അവരുടെ സഹസ്രാധിപന് 10 പാൽക്കട്ടിയും കൊടുക്കണം. നിന്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ചതിന് ശേഷം അവരിൽ നിന്ന് ഒരു അടയാളവും വാങ്ങിക്കൊണ്ട് വേണം നീ മടങ്ങി വരാൻ. ശരി പിതാവേ. ദാവീദ് യുദ്ധരംഗത്തേക്ക് യാത്രയാകുന്നു. സാവൂൾ രാജാവിൻ്റെ കൊട്ടാരം. ദാവീദ്, രാജ്യത്തോടുള്ള നിന്റെ കൂറിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പക്ഷേ ഗോലിയാത്തിനെ നേരിടാൻ നീ ശക്തനല്ല. നീ ചെറുപ്പമല്ലേ, അവനോ ചെറുപ്പം മുതലേ യോദ്ധാവും. മഹാരാജൻ, അടിയൻ ആടുകളെ മേയ്ക്കുന്നവനാണ്. ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരു കുഞ്ഞാടിനെ സിംഹമോ കരടിയോ തട്ടിയെടുത്താൽ അടിയൻ അതിനെ പിന്തുടർന്ന് ആ ആട്ടിൻകുട്ടിയെ രക്ഷപ്പെടുത്തും. എന്നെ എതിർത്ത് നിന്നാൽ ജടയ്ക്ക് പിടിച്ച് അതിനെ അടിച്ചു കൊല്ലും. സിംഹങ്ങളെയും കരടികളെയും അടിയൻ കൊന്നിട്ടുണ്ട്. സിംഹങ്ങളിൽ നിന്നും കരടികളിൽ നിന്നും അടിയനെ രക്ഷിച്ച കർത്താവ് ആ ഫിലിസ്ത്യന്റെ മുമ്പിലും അടിയന് തുണയായിരിക്കും. സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തെ നിന്ദിക്കുന്ന ആ ഫിലിസ്ത്യനെ കൊല്ലാൻ അടിയന് കഴിയും. ദാവീദ്, ആത്മവിശ്വാസ തുളുമ്പുന്ന നിന്റെ വാക്കുകളിൽ ഞാൻ സംതൃപ്തനായിരിക്കുന്നു. ആരവിടെ? ദാവീദിന് പടക്കച്ച് നൽകൂ, വാളും കുന്തവും നൽകൂ. മഹാരാജൻ, എനിക്ക് എൻ്റെ ഈ വടിയും കവണയും മാത്രം മതി. ദാവീദ് യുദ്ധരംഗത്തിലേക്ക് യാത്രയാകുന്നു. എന്റെ നേരെ വടിയും കവണയുമായി വരാൻ ഞാനെന്താടാ, പട്ടിയോ? എടാ കൊച്ചനെ, നീ നിന്റെ പണി നോക്കിപ്പോ. എന്റെ ചെറു വിരലോളം ഇല്ല നീ. ഗോലിയാത്ത്, നിന്റെ കയ്യിൽ വാളും കുന്തവും ചാട്ടുളിയുമുണ്ട്. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തിന്റെ നാമത്തിലാണ്. ദൈവം വാളും കുന്തവും കൊണ്ടല്ല ജയിക്കുന്നതെന്ന് ഇന്നീ ജനം മനസ്സിലാക്കും. ഇസ്രായേൽ മഹാരാജ്യത്തിന് ഒരു ദൈവമുണ്ടെന്ന് ഇന്നീ ജനം അറിയും. മഹാരാജൻ, സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തെ നിന്ദിച്ച ആ ഫിലിസ്ത്യന്റെ ശിരസ് ഞാൻ ഛേദിച്ചു. സാവൂൾ രാജാവും ഇസ്രായേൽ ജനവും സന്തോഷം കൊണ്ട് മതിമറന്നു. ദാവീദും സാവൂൾ രാജാവും ഇസ്രായേൽ
മഹാരാജ്യവും എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കും. നന്ദി.